ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇതിന് മുമ്പും ഈ ചാനൽ പോർക്ക് ഫ്രൈ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ആദ്യം നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, തക്കോലം, പെരിഞ്ജീരകം, നല്ല ജീരകം എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഡ്രൈ ആകുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 7-8 മിനിറ്റ് വരെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇളക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഞാനിവിടെ പോർക്ക് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സവാളയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറഞ്ഞത് 1/2 മണിക്കൂറങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് താളിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ഇട്ട് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റിയെടുക്കാം. എത്രത്തോളം ചെറിയുള്ളി ഉപയോഗിക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പോർക്ക് ഫ്രൈക്ക്. ഇതിന് നിറമൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പോർക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സവാള വലുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ കുറച്ചുകൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാകും. കളറൊക്കെ മാറി വന്നിട്ടുണ്ടാവും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്